ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആണ്. ആംപ്ലിഫയർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളിപ്പോൾ ഒരു 12 വോൾട്ട് അഡാപ്റ്ററിൻ്റെ ക്യാബിനിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് USB ബോർഡും അതേപോലെ ബാസ് ട്രബിൾ വോളിയം സ്വിച്ച് കണക്ഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓരോ വണ്ടികൾക്കും നമ്മൾ അതിൻ്റെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ ആംപ്ലിഫയറുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ചെറിയൊരു ആംപ്ലിഫയർ മതി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു ക്യാബിനെ കിട്ടിയുള്ളൂ. അപ്പോൾ വണ്ടിയിൽ വെക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ക്യാബിനിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കിങ്ങുകളാണ്. 4440 ഉപയോഗിച്ചിട്ടുള്ളത്. കമ്പനി അല്ല, CD 4440 ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ സാനിയോൻ്റെ IC ആണ് ഒറിജിനൽ വരുന്നത് 4440. അപ്പോൾ അതിൽ 6 ഇഞ്ച് 2 ചെറിയ ഊഫർ 2 ട്യൂട്ടറാണ്. അപ്പോൾ അതിന് CD-യുടെ IC മതി. അപ്പോൾ നമ്മളിത് കംപ്ലൈൻ്റ് ആണ്. ഇതിപ്പോൾ വയർ മാറ്റി കൊടുത്തിട്ട് പോഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ USB കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. IC പോയതാണോ എന്താണെന്ന് നോക്കി നോക്കുക. IC നമുക്ക് സിമ്പിളായിട്ട് മാറ്റാം എന്നുള്ള കേസുള്ളൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും IC മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഞാനിതേപോലെ ഓരോ ആംപ്ലിഫയറിൻ്റെ ഓരോരോ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്ന വീഡിയോകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി ഇലക്ട്രോണിക്സ് അറിയാത്തവർക്ക് ഇലക്ട്രോണിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ അത് അയച്ചു നോക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ വയറും കാര്യങ്ങളൊക്കെ ചെറിയ വയറാണ്, കട്ട് ചെയ്തിട്ടാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്, ഊരി കൊടുത്തിട്ടുള്ളത്. വയർ ഊരാൻ കിട്ടാത്തതാണ് കട്ട് ചെയ്യാനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അല്ല, കറണ്ട് വയർ ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള വയർ ഇതാണ്, പ്ലസും മൈനസും കറുപ്പും ചുവപ്പും. നമുക്കിതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് നോക്കി വെക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ കറണ്ട് വയർ അതേപോലെ കൊടുത്തിട്ടുണ്ട്. വയറുകളൊക്കെ നമ്മൾ നീളം കൂട്ടിയെടുക്കണം. അപ്പോൾ വണ്ടിയിൽ സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറുകളും തീരെ നീളമില്ല. അപ്പോൾ പ്ലസ് മൈനസ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DC 12 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഓണാക്കി നോക്കുകയാണ്. അപ്പോൾ ഓണാവുന്നുണ്ട്, USB ബോർഡ് ഓണാവുന്നുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. സൗണ്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല, വേറെ ഓഡിയോ സൗണ്ടുകളും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അതിൻ്റെ IC പോയിട്ടുള്ള തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ബോർഡ് ഊരിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ബോർഡ് ഊരി ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്പീക്കർ വയറും അതേപോലെ അതിൻ്റെ കറണ്ട് വയറും ബാറ്ററിയിൽ കൊടുക്കാനുള്ള വയറും നമുക്ക് നീളം കൂട്ടാം. എന്നിട്ട് നമുക്ക് ബോർഡ് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം അതിൽ IC പോയതാണോ എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വയറുകളൊക്കെ നീളം കൂട്ടിയിട്ടുണ്ട്. കറണ്ട് വയർ നമ്മൾ നീളം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റെഡും ബ്ലാക്കും ഉള്ള സ്പീക്കർ വയർ തന്നെയാണ്, അത് കാണാനുള്ള വയർ തന്നെയാണ്. അപ്പോൾ ആ വയർ മതിയാവും ഇതിനൊക്കെ 4440-നൊക്കെ. പിന്നെ ഇപ്പോൾ ഗ്രേ വയറാണ് നമ്മൾ സ്പീക്കറിന് ഇട്ടിട്ടുള്ളത്, പുറത്തേക്ക് ഔട്ട്പുട്ട്. അപ്പോൾ ICയുടെ ഹീറ്റ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കി നോക്കുക. IC വർക്കിംഗ് അല്ല സാധനം. നമുക്ക് കണക്ഷൻ കൊടുത്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ DC കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഹമ്മിങ് മാത്രമാണ് വരുന്നുള്ളൂ, വേറെ സൗണ്ടുകളൊന്നും ഇല്ല ഇതിന്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഇതിന് യാതൊരു അനക്കവും കാണാനില്ല. അപ്പോൾ IC ഷോർട്ടാന്നുള്ള കാര്യം ഉറപ്പായി. IC ചൂടാവുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ IC പോയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അത് ഒരു ചാനൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത ചാനൽ കൂടി നമുക്ക് നോക്കി നോക്കാം. ചാനൽ ഒഴിവാക്കി നമ്മൾ അടുത്ത ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ. എന്നിട്ട് നമുക്ക് ഇനി ബാറ്ററി കണക്ഷൻ കൊടുത്ത് നോക്കി നോക്കാം. അതും ഹമ്മിങ് തന്നെയാണ് കാണിക്കണത്, എന്താണ് അവസ്ഥ എന്നറിയില്ല. ഈ ചാനലിൽ പോയിട്ടില്ല, ഈ ചാനൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ചാനലിൽ IC ആണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ IC നമ്മൾ മാറ്റാണ്. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് മാറ്റാവുന്നുള്ള കേസുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള അതേപോലത്തെ സ്റ്റീരിയോ ആംപ്ലിഫയറുകളൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് റെഡിയാക്കാം. ഊരുമ്പോൾ ഓരോ ICകൾ ഊരുമ്പോൾ അതേപോലെ ഓരോ കണക്ഷനുകൾ ഊരുമ്പോൾ നമ്മളത് എപ്പോഴും മാർക്ക് ചെയ്തിടുക, ഓർമ്മയിൽ വെക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ IC മാറ്റിയിട്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. USB-യുടെ വയറൊക്കെ അവർ ഊരിയിട്ട് നോക്കിയിട്ടുണ്ട്, എന്താണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് USB വയറൊക്കെ അവർ ഊരിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് ചെയ്തിട്ട് ഇനി കൊടുക്കണം, ആദ്യം മൂല്യം ക്ലിയർ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ IC മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ IC ആണ് പോയിട്ടുള്ളത്. CD ആണ്, CD 4440 സാനിയാൻ്റെ ഒറിജിനൽ IC ഒന്നല്ല, ലോക്കൽ IC ആണ്. 28 റുപ്യ 30 റുപ്യൊക്കെ വില വരുന്ന IC ആണ്.
ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഐ സി തന്നെയാണ് നമ്മൾ ഇതിലിടുന്നത്. അപ്പോൾ 2 ചാനലും മാറ്റം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 ഒരേപോലത്തെ ഐ സിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് 2 ചാനലും. അപ്പോൾ നമുക്ക് ഈ ഐ സി മാറ്റിയിട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇലക്ട്രോണിക്സ് അറിയണമെന്നൊന്നുമില്ല. ഒരു ഐ സി മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ചാനൽ കംപ്ലൈൻറ്റ് ഇതേപോലെ നമ്മൾ അതിൻ്റെ ഓഡിയോ ഇൻപുട്ടിൽ തൊട്ടിട്ട് ഇതിൽ നിന്ന് സൗണ്ട് വരുന്നില്ല എന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സി പോയി തന്നെ ഉള്ളൂ. വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഈ ബോർഡുകൾക്ക് വരാറില്ല. കപ്പാസിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകാറില്ല. ഇനിയിപ്പോൾ കപ്പാസിറ്റർ പോയിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കിടക്കില്ല, പൊട്ടിത്തെറിച്ച് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് മാറ്റിയിടുക, കറക്റ്റ് അതിൻ്റെ വാല്യൂ നോക്കിയിട്ട് നമ്മൾ മാറ്റിയിടുകയാണ് ചെയ്യാറ്. അപ്പോൾ വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഇങ്ങനത്തെ ബോർഡുകൾക്ക് കാണിക്കാറില്ല. ഐ സി തന്നെയാണ് പോകാറ് ഷോർട്ടായിട്ട്. അപ്പോൾ അത് അറിയാത്തവർ കണക്ഷൻ കൊടുക്കുക, അതേപോലെ സ്പീക്കർ ലൈനിൽ ഇൻസുലേഷൻ ടൈപ്പ് അടിക്കാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ ലീക്കായിട്ട് എവിടെയെങ്കിലും ബോഡിയുടെ മീത് വണ്ടികളാകുമ്പോൾ ബോഡിയുമൊക്കെ ടച്ചായിട്ട് എർത്തിങ്ങുള്ളാവുക ബോഡിയുമ്പോൾ ഫുള്ളായിട്ട്. അപ്പോൾ അങ്ങനെ ടച്ചായിട്ട് പോണതാണ് ഐ സികളൊക്കെ. അപ്പോൾ അത് ഇൻസുലേഷൻ ടൈപ്പും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഐ സികളും കാര്യങ്ങളൊക്കെ പോകണത്. അല്ലാതെ വെറുതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെത്താനെ അടിച്ചു പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഐ സി മാറ്റിയിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഡിസോൾവ് പമ്പും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിത് ഐ സി ഇങ്ങനെ മടക്കിയിട്ട് പൊട്ടിക്കുകയാണ് കാലാതിക്ക്. അപ്പോൾ അത്രയ്ക്ക് ഉറപ്പുള്ള അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഡിസോൾവ് പമ്പൊക്കെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അത് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കടന്നു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിന് കാല് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. ഇതേപോലെ ആട്ടിയിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോരോ കാലുകളും ഊരിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലഡും കാര്യങ്ങളൊക്കെ വേറെടുത്തിട്ട് നമുക്ക് ഐ സി മാറ്റിയിടാം. അപ്പോൾ ഇതേപോലെ നമ്മളിത് ഊരിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോരോ കാലുകൾ നമ്മൾ സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് ഊരിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു നോസ് പ്ലെയറോ അല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കുക. എന്നിട്ട് സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കാലിന് മീത് പിടിക്കുക. കറക്റ്റായിട്ട് പിടിച്ചിട്ട് സോൾഡറിങ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് എന്നിട്ട് മെല്ലെ എടുക്കുക. ഓരോരോ കാലുകളായിട്ട് നമുക്ക് കൊണ്ട് ഊരിയെടുക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഇതേപോലെ കാലുകൾ കൊണ്ട് ഊരിപ്പോരും. കറക്റ്റായിട്ട് കാണാൻ പറ്റും തോന്നുന്നു. ഇതേപോലെ ഓരോരോ കാലുകൾ നമ്മൾ ഫുള്ളായിട്ട് ഊരിയെടുക്കുകയാണ്. നമുക്ക് ഇനി ഇത് ഇതേപോലെ ഊരിയെടുത്ത് നോക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്കിത് എങ്ങനെ തന്നെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാൻ കിട്ടും. അപ്പോൾ അതേപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഊരിയെടുത്തിട്ട് നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഐ സി നമ്മൾ ഫുള്ളായിട്ട് ഊരിയെടുത്തു. അതിലൊരു പ്രിൻ്റ് ഇതേപോലെ അടർന്നു പോകുന്നുണ്ട്. ബോർഡ് അത്യാവശ്യമായിട്ടുള്ളതാണ്. പഴയ ബോർഡാണ്, കുറേ കാലമായിട്ടുള്ള ബോർഡാണ്. സെറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും തോന്നുന്നു ഏകദേശം. അപ്പോൾ നമുക്ക് ഇനി ഐ സി ഇതിലിടാം. ഐ സി നമ്മൾ ഇതേപോലെ ഈ ഐ സിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. CD 4440 കമ്പനി ഐ സി ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഐ സി അതിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ അതേപോലെ ഊരിയ പോലെ നമ്മൾ ഐ സി അതിലേക്ക് സെറ്റാക്കുക. പിന്നെ കാലുകൾ ഓരോന്നോരോന്നായിട്ട് ആ ഹോളുകളിലേക്ക് കറക്റ്റായിട്ട് കടത്തുക. അതേപോലെ കടത്തിയതിന് ശേഷം നമ്മൾ അത് കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഐ സി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഐ സി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ സി പുതിയ ഐ സി നമ്മൾ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഹീറ്റ്സിങ് കോമ്പൗണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ ഹീറ്റ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, നോക്കാം. അപ്പോൾ കാലുകൾ നമ്മൾ ഓരോന്നായിട്ട് സോൾഡർ ചെയ്യാണ്. അതേപോലെ സോൾഡറിങ് വെക്കുക, ലെഡ് വയ്ക്കുക, എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യുക. അങ്ങനെയാണ് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ 2 കാലുകളും തമ്മിൽ ഷോർട്ട് ആവാണ്ട് നോക്കുക സോൾഡർ ചെയ്യുമ്പോൾ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ക്ലിയറായിട്ട് നമ്മൾ പക്കയാക്കിയിട്ട് സോൾഡർ ചെയ്യുക. പിടിക്കാത്ത വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലക്സ് ഒക്കെ വെച്ച് കൊടുക്കുക. ഫ്ലക്സ് വെച്ചിട്ട് സോൾഡർ ചെയ്യുക. അപ്പം അധികം കാല് ഹീറ്റ് ആവാണ്ട് നോക്കുക നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ. അപ്പോൾ STക്കൊക്കെ ഒന്ന് സോൾഡർ ചെയ്യുമ്പോൾ ഇതേപോലെ അധികം ഹീറ്റ് ആവാണ്ട് നല്ല അധികം ഹീറ്റ് കൂടുതലുള്ള സോൾഡറിങ് ഉപയോഗിക്കാണ്ട് നല്ല 25 വാട്ടിൻ്റെ ഒക്കെ സോൾഡറിങ് ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്യുക. അപ്പോൾ എന്നാലാണ് ഇതാവുള്ളൂ. അല്ലെങ്കിൽ ഐ സി കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് സോൾഡറിങ് ഹീറ്റിങ് കൂടിയിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഫുള്ള് സോൾഡർ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാണ്. അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സൈഡ് അതുപോലെ ക്ലീൻ ചെയ്തു. ബോർഡ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക, വെറുതെ ക്ലിയർ ആയിക്കോട്ടെ എല്ലാ ഭാഗങ്ങളും. അപ്പോൾ അത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വല്ല പേപ്പറൊക്കെ വെച്ച് തുടച്ചിട്ട് നമുക്ക് ഈ ചാനൽ ഇപ്പോൾ ഐ സി മാറ്റി ചാനൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെക്കിംഗ് ആണ് ഞാൻ അടുത്ത് തുടച്ചതിന് ശേഷം. ഐ സിനും ഇത് ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഇട്ടാണ് നമ്മൾ. ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഹീറ്റ്സിങ് പിടിപ്പിക്കാം, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ 2 ഐസിൻ്റെ മീതി ഊരിയ സ്ഥിതിക്ക് നമ്മൾ 2ൻ്റെ മീതി ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഇടുക. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറ്റ് കറക്റ്റായിട്ട് ഹീറ്റ്സിങ്ങിൻ്റെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത്. ഏതായാലും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ക്ലിയർ ആയിട്ട് എല്ലായിടത്തേക്കും ഹീറ്റ്സിങ്ങിൻ്റെ മേലേക്ക് ഇത് ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഫുള്ളായിട്ട് ഐസിൻ്റെ മീത് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഹീറ്റ്സിങ് പിടിപ്പിക്കാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഐ സി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചാനൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നേരത്തെ ചെക്ക് ചെയ്ത ചാനലാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കുഴപ്പമില്ല, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
സൗണ്ട് കേൾക്കാൻ പറ്റും തോന്നുന്നു നമുക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ചാനൽ നമുക്ക് കണക്ഷൻ കൊടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചാനൽ ഇതാണ്. അപ്പോൾ അത് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ആ വയർ ഊരിയിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. മറ്റേ വയർ ഊരിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ വയറാണ് നമ്മൾ ഇനി കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വയർ നമ്മൾ കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കി നോക്കാം വർക്കിംഗ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടെ ഈ ഇതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ വേറെടുത്തെടുക്കുകയാണ് USB എന്നുള്ളത്. അപ്പോൾ നമ്മളത് കണക്ഷൻ ഈ വയർ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ആ വയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ FM ആണ് വർക്ക് ചെയ്യുന്നത്. സൗണ്ട് കേൾക്കാൻ പറ്റുന്ന തോന്നുന്നു. FM ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ മോഡുകളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നോക്കി നോക്കാം. ബ്ലൂടൂത്ത് മോഡ്. അപ്പോൾ ബ്ലൂടൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാണ് നമ്മൾ. ബ്ലൂടൂത്ത് സെർച്ചിങ് കാണിക്കണുള്ളൂ. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഇതാവാനും സാധ്യത. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ആയിട്ടുണ്ട്. പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് മ്യൂസിക്. അപ്പോൾ ബ്ലൂടൂത്ത് പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോളിയം കൂട്ടി നോക്കി നോക്കാം. ചെറിയ റേഞ്ച് പ്രശ്നമുണ്ട് ഇവിടെ. അതാണ് ഇപ്പോൾ പാട്ട് കട്ടായത്. അപ്പോൾ നമ്മളെ ആംപ്ലിഫയർ സ്റ്റീരിയോ ആംപ്ലിഫയർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമുക്കൊരു ആംപ്ലിഫയർ ബോർഡ് ശരിയാക്കാൻ IC പോയി മാറ്റാനൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.